ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ലൈഫ് നല്ലതായിരിക്കണമെന്നത് ഓരോ മനുഷ്യൻ്റെയും സ്വപ്നമാണ്. എന്നാൽ പലരും തെറ്റായ വഴികളിലൂടെയാണ് അത് നേടാൻ വേണ്ടി ശ്രമിക്കുന്നത്. പണം, സ്ഥാനം, ലോകസുഖങ്ങൾ ഇവയ്ക്കെല്ലാം വേണ്ടി മനുഷ്യർ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. എന്നാൽ സത്യത്തിൽ ജീവിതം നല്ലതാകുന്നത് അള്ളാഹുവിൻ്റെ മാർഗങ്ങൾ പിന്തുടർന്നാൽ മാത്രമാണ്. അതിനാൽ ഇസ്ലാമിൽ തന്നെ ലൈഫ് നല്ലതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങൾ, ടിപ്സുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ലൈഫ് നന്നാക്കണമെങ്കിൽ അള്ളാഹുമായുള്ള ബന്ധം ശരിയാക്കുക എന്നത്. നമ്മളെ നിലനിർത്തുന്നതും സംരക്ഷിക്കുന്നതും അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന ഹൃദയം സമാധാനം കണ്ടെത്തുമെന്ന് ഖുർആനിലൂടെ പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, സമ്പത്ത്, പ്രശസ്തി, ഉറ്റവർ ഇതൊക്കെ ഇല്ലാതായാലും അള്ളാഹുവാണ് നിന്നോടൊപ്പം എന്നും ഉണ്ടാവുക എന്ന്. രണ്ടാമത്തെ മാർഗം നമസ്കാരം. നമസ്കാരം എന്നത് വിജയത്തിൻ്റെ താക്കോലാണ്. നമസ്കാരം നഷ്ടപ്പെട്ടാൽ ഒരാളുടെ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടും. നമസ്കാരം കൊണ്ട് ജീവിതത്തിൽ അച്ചടക്കവും ഹൃദയത്തിന് സമാധാനവും കുടുംബത്തിൽ ഏകീകൃതയും വരും. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമസ്കാരം എന്നത് കണ്ണുകളുടെ തണുപ്പാണെന്ന്. നിങ്ങൾ ഒരിക്കലും നമസ്കാരം ഭാരമായി കാണരുത്. കാരണം അത് നമ്മളെ 5 നേരം സ്പിരിച്വൽ റീചാർജ് ചെയ്യാനുള്ള ഒരു മരുന്നാണ്. മൂന്നാമത്തെ മാർഗം ഖുർആൻ. ഖുർആൻ എന്നത് മനുഷ്യന് വഴികാട്ടിയാണ്. നിങ്ങൾ ഡെയിലി ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷനിൽ നിന്നും, നിരാശയിൽ നിന്നും, സ്ട്രെസ്സിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഖുർആൻ മനസ്സിലാക്കി അത് പ്രാക്ടിക്കലാക്കുന്നവരുടെ ഡിസിഷൻസ് ഒരിക്കലും തെറ്റില്ല. അതെപ്പോഴും റൈറ്റ് ഡയറക്ഷനിലായിരിക്കും. നാലാമത്തെ മാർഗം ദിക്റും ദുആയും. ദിക്ർ എന്നത് അള്ളാഹുവിനെ സ്മരിക്കലാണ്. അതിലൂടെ നമ്മുടെ മനസ്സിലുള്ള പാപങ്ങൾ മായ്ച്ചു കളയുന്നു. അതുപോലെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇവ പറയുന്ന ഒരാളുടെ സ്ട്രെസ് കുറയുന്നു. നിങ്ങൾ രാവിലെയും വൈകുന്നേരവും അദ്കാർ പതിവാക്കുക. അത് നമുക്കൊരു പ്രൊട്ടക്ഷൻ പോലെ പ്രവർത്തിക്കും. കൂടാതെ ദുആ എന്നത് ഒരു വിശ്വാസിയുടെ ആയുധമാണ്. പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ദുആ എന്നത് ഒരു ആരാധനയാണെന്ന്. അഞ്ചാമത്തെ മാർഗം നല്ല പെരുമാറ്റം. ഒരാളുടെ സ്വഭാവം നന്നായിരിക്കുമ്പോഴാണ് അവൻ്റെ ജീവിതവും നന്നാവുന്നത്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ സ്വഭാവം നല്ലവനായിരിക്കുന്നവനാണ് എന്നാണ്. നിങ്ങൾ മറ്റുള്ളവരോട് പുഞ്ചിരിക്കുക, ക്ഷമ കാണിക്കുക, മാപ്പ് നൽകുക. ഇത് നിങ്ങൾക്ക് ഹൃദയത്തിൽ സമാധാനമുണ്ടാകാനും മറ്റുള്ളവരുടെ മുമ്പിൽ ബഹുമാനമുണ്ടാകാനും ഹെൽപ്പ് ചെയ്യും. ആറാമത്തെ മാർഗം ഹലാലായിട്ടുള്ള ജീവിത മാർഗം. ഹറാമായിട്ടുള്ള ജീവിതം നിങ്ങൾ ഒഴിവാക്കുക. ഹലാലായിട്ടുള്ള സമ്പാദ്യം മാത്രമാണ് എത്ര കുറവായാലും ബറക്കത്തും സന്തോഷവും നൽകുന്നത്. അതുപോലെ നിങ്ങൾ സ്വതക്ക പതിവാക്കുക. അത് നിങ്ങളുടെ ധനത്തെ പ്യൂരിഫൈ ചെയ്യുന്നു. അതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നേടിത്തരുന്നു. ഏഴാമത്തെ മാർഗം ക്ഷമ, നന്ദി. ജീവിതം എപ്പോഴും സന്തോഷവും വിജയവും നിറഞ്ഞതായിരിക്കില്ല. പലപ്പോഴും ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷമ അവസ്ഥകളിൽ അല്ലെങ്കിൽ പരാജയങ്ങളിൽ നിങ്ങൾ ക്ഷമ കാണിക്കുക. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ ഓരോ ചെറിയ അനുഗ്രഹങ്ങളിലും നിങ്ങൾ അള്ളാഹുവോട് നന്ദി പറയുക. ഇത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരും. പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ഒരു വിശ്വാസിയുടെ ജീവിതം എത്ര മനോഹരമാണ്. കാരണം അവൻ നല്ലത് സംഭവിക്കുമ്പോൾ അള്ളാഹുവോട് നന്ദി പറയുന്നു. ഇനി അവന് മോശം അവസ്ഥയാണ് വരുന്നതെങ്കിൽ അവൻ ക്ഷമ കൈക്കൊള്ളുകയും രണ്ടും എൻ്റെ നല്ലതിനാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഫ്രണ്ട്സ്, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് റുട്ടീൻസുകളുണ്ട്. അതിലൊന്നാണ് ഫജ്ർ നമസ്കാരം, 2 ഖുർആൻ പാരായണം, 3 ദിക്ർ പതിവാക്കുക, 4 അസ്തഗ്ഫിറുല്ലാഹ് പതിവാക്കുക, 5 നമസ്കാരം ശ്രദ്ധയോടെ നിർവഹിക്കുക, 6 കുടുംബത്തോട് കരുണ കാണിക്കുക. ഈ ഒരു റുട്ടീൻസ് നിങ്ങൾ 30 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്രണ്ട്സ്,
ലൈഫ് നല്ലതാക്കാൻ വേണ്ടിയിട്ട് പണവും പ്രശസ്തിയും ആഡംബരങ്ങളും പോരാ. അതിന് അള്ളാഹു തന്നെ വേണം. അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് ഹൃദയത്തിൽ സമാധാനവും ജീവിതത്തിൽ ബറക്കത്തും ആഹിറത്തിൽ വിജയവും നേടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിങ്ങൾ ദുആ ചെയ്യുക. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഇഹലോകത്ത് നന്മ നൽകണമേ, പരലോകത്തും നീ നന്മ നൽകണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.